ബിജെപിയുടെ പിന്തുണയിലാണല്ലോ ഇപ്പൊ പ്രസിഡന്റ് ആയിരിക്കുന്നത്, അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, ബിജെപി എന്നുള്ള അർത്ഥത്തിലല്ല, UDF-ഉം ബിജെപിയും പിന്തുണ വന്നു. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. കുമരകത്തുള്ള ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ എനിക്കുണ്ട്. അതിന്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. താങ്കൾ UDF സ്വതന്ത്രനായി ജയിച്ചു, പിന്നീട് ബിജെപി പിന്തുണ തേടുകയാണ് എന്നാണ് CPM ആരോപിക്കുന്നത്. അങ്ങനെ പലരും പലതും പറയും. എന്റെ കാര്യം ഞാൻ പറയാം. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. UDF എനിക്ക് പിന്തുണ വന്നു. അതിനുശേഷം BJP എന്നോട് ആവശ്യപ്പെട്ടാൽ അവർ ചോദിച്ചു, ഞങ്ങളിങ്ങനെ സ്വതന്ത്രന് പിന്തുണ തരാൻ തയ്യാറാണ്, സ്വീകരിക്കുമെന്ന് ചോദിച്ചു. ആര് വന്നാലും ഞാൻ സ്വീകരിക്കുന്നു. ഇപ്പം CPM-ലെ അംഗങ്ങളായിട്ടുള്ള ആരെങ്കിലും പിന്തുണ വന്നാൽ ഞാൻ സ്വീകരിക്കാതിരിക്കേണ്ട കാര്യമില്ല, അതും സ്വീകരിക്കും. അത് തർക്കമാക്കരുത്. ഞാനിതിനകത്തിന് മുൻപോട്ടൊരു വകഭേദം എനിക്കില്ല. ആര് UDF ആയാലും LDF ആയാലും BJP ആയാലും എല്ലാവരെയും ഒരേ രീതിയിൽ കണ്ടുകൊണ്ട് മുൻപോട്ട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത് ഒരു സ്ഥലത്തും വർഗീയ ശക്തികളുടെ പിന്തുണ നേടിയില്ല, UDF ഭരണത്തിലേക്ക് വരില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു അട്ടിമറി നടന്നിരിക്കുന്നത്. UDF-ന് പിന്തുണ മാത്രമേ ഉള്ളൂ. ഞാൻ UDF-കാരനല്ല, ഞാൻ സ്വതന്ത്രനാണ്. എനിക്ക് അവർ പിന്തുണ തന്നു, അത് സ്വീകരിക്കരുതെന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല. താങ്കൾക്കൊരു കോൺഗ്രസ് പശ്ചാത്തലം ഇല്ലെന്നാണോ താങ്കൾ പറയുന്നത്? ഇല്ല. ഞാൻ 1970-ൽ CPM-ന്റെ മെമ്പറായ ആളാണ്, 70 മുതൽ. അതിനുശേഷമുള്ള സംവിധാനങ്ങളെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല, പിന്നീട് പറയും. എന്തായാലും സ്വതന്ത്രൻ എന്ന നിലയ്ക്ക് തനിക്ക് ആരുടെ പിന്തുണയും ലഭിക്കുന്നതിൽ തെറ്റില്ല, ആ നിലയ്ക്കുള്ള പിന്തുണയാണ് ലഭിച്ചത്. CPM ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ഇദ്ദേഹം മത്സരിച്ച വാർഡിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ? അനൗഫൽ, ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. UDF-ന് സ്ഥാനാർത്ഥി ഇല്ല എന്നതാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇദ്ദേഹം വിജയിച്ച വാർഡിൽ UDF-ന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. വിജയിച്ച വാർഡിൽ UDF-ന് സ്ഥാനാർത്ഥി നമ്മൾ UDF പിന്തുണ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പുള്ളി സ്വതന്ത്രനായിരുന്നു, പുള്ളിക്ക് നമ്മൾ പിന്തുണ കൊടുത്തു. നിങ്ങൾ UDF സ്ഥാനാർത്ഥി ഇല്ലാത്ത ഘട്ടത്തിൽ അത് UDF-ന്റെ സ്ഥാനാർത്ഥിയല്ലേ? അല്ലല്ല, നമ്മൾ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്നു. അപ്പൊ വേറൊരു UDF-ന്റെ സ്ഥാനാർത്ഥി വന്നാൽ ജയിക്കത്തില്ല. അപ്പൊ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് നമ്മൾ പിന്തുണ കൊടുത്തു, അത്രേ ഉള്ളൂ. പുള്ളി മുൻപ് LDF-കാരനായിരുന്നു, അപ്പൊ പുള്ളി സ്വതന്ത്രനായിട്ട് നിൽക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുത്തു, അത്രേ ഉള്ളൂ. പതിറ്റാണ്ടുകളായിട്ട് CPM അല്ലേ ഭരിക്കുന്നത് കുമരകം പഞ്ചായത്ത്? ഒരു ഏറ്റവും കുറഞ്ഞൊരു 45-50 വർഷത്തിനകത്ത് ഇവിടെ CPM ആണ് ഭരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു മാറ്റം വരുന്നത്. ജനങ്ങൾ ആഗ്രഹിച്ച മാറ്റമാണ്, അത് നടപ്പാക്കി, അത്രേ ഉള്ളൂ. കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? BJP-യുടെ പിന്തുണയിലൂടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തതിന് നേടാൻ ഞങ്ങൾക്ക് BJP-യുടെ പിന്തുണയില്ല. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞങ്ങളൊരു സ്വതന്ത്രനെ പിന്തുണച്ചു, അല്ലാതെ ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല. സ്വതന്ത്രനാണ് അദ്ദേഹം, സ്വതന്ത്രനാണ്, അദ്ദേഹത്തിന് നമ്മൾ പിന്തുണയും കൊടുത്തു. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് BJP പിന്തുണ കൊടുത്ത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. സ്വതന്ത്രനാണ്, അവർ സ്വതന്ത്രനെയാണ് കൊടുത്തിരിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ട് നമുക്കതിനകത്ത് പ്രശ്നങ്ങളില്ല. താങ്കൾ ഏത് വാർഡിലെ അംഗമാണ്? ഞാൻ ഇപ്പം നിലവിലെ അംഗമല്ല, നേരത്തെ അംഗമായിരുന്നു, സ്ഥാനാർത്ഥിയായിരുന്നു, മത്സരിച്ച് പരാജയപ്പെട്ടാണ്. കഴിഞ്ഞ ടേണിൽ ഞാൻ മെമ്പറായിരുന്നു. എന്തായാലും നൗഫൽ, മധ്യകേരളത്തിലെ തന്നെ ഏറ്റവും നിർണായകം ഒരു രാഷ്ട്രീയ നീക്കമാണ് കുമരകത്ത് നടന്നിരിക്കുന്നത്. മന്ത്രി VN വാസവന്റെ മണ്ഡലമായ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ആണ് ഇത്തരത്തിൽ BJP UDF കൂട്ടുകെട്ടിൽ അധികാരം പിടിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും CPM അത് വലിയ രാഷ്ട്രീയ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, പരമ്പരാഗതമായി എപ്പോഴും CPM വിജയിച്ചിരുന്ന കുമരകത്ത് CPM സ്ഥാനാർത്ഥി തോറ്റു, ബ്ലോക്ക് ഡിവിഷനുകളിലും തോറ്റു, ഒടുവിൽ കുമരകം പഞ്ചായത്ത് നഷ്ടപ്പെടുന്നു. അതിനെ വലിയ രാഷ്ട്രീയമായി തന്നെ കാണുന്നത്. കുമരകം പഞ്ചായത്തിൽ ഒരു BJP പിന്തുണയാണ് ഇപ്പോൾ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾക്ക് അദ്ദേഹം മത്സരിച്ച വാർഡിൽ UDF-ന്റെ സ്ഥാനാർത്ഥി വേറെ ഉണ്ടായിരുന്നില്ല. മറിച്ച് ഈ സ്ഥാനാർത്ഥിക്കായിരുന്നു UDF പിന്തുണ നൽകിയിരുന്നത്. പക്ഷേ അദ്ദേഹം സ്വതന്ത്രനായാണ് മത്സരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി UDF-ഉം BJP-യും പിന്തുണ നൽകുകയും അദ്ദേഹം പ്രസിഡന്റ് ആവുകയും ചെയ്തിരിക്കുന്നു. അവിടെ LDF-ന് 8, UDF-ന് 5, BJP-ക്ക് 3, പിന്നീട് ഒരു സ്വതന്ത്രൻ എന്ന നിലക്കാണ് അവിടെ കക്ഷിനില ഉണ്ടായിരുന്നത്. ഈ സ്വതന്ത്രനെ പ്രസിഡന്റാക്കിക്കൊണ്ട് BJP-യും UDF-ഉം അദ്ദേഹത്തെ പിന്തുണച്ചിരിക്കുന്നു. അദ്ദേഹം UDF-കാരനല്ല എന്ന് അവകാശപ്പെടുമ്പോഴും അദ്ദേഹത്തിന്റെ വാർഡിൽ മറ്റൊരു UDF സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് സംസ്ഥാന നേതൃത്വം കാണാൻ പോകുന്നത് എന്ന് നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം VD സതീശൻ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്നു, BJP-യുടെ പിന്തുണയോടെ SDPI-യുടെ പിന്തുണയോടുകൂടി ഒരിടത്തും ഒരു ഭരണവും പിടിക്കാൻ കോൺഗ്രസ് തയ്യാറാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.